വർഷങ്ങളായി തുടരുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരമായി മല വട്ടത്താണി റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക്. ടാറിംഗ് ജോലികൾക്ക് മുന്നോടിയായുള്ള മെറ്റലിംഗ് ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. തൃത്താല പൊന്നാനി, കൂറ്റനാട്, പടിഞ്ഞാറങ്ങാടി എന്നീ രണ്ട് പ്രധാന പാതകളെ ബന്ധിപ്പിക്കുന്ന വട്ടത്താണി മലറോഡ് നിർമ്മാണം 2.5 വർഷം മുൻപാണ് ആരംഭിച്ചത്. എന്നാൽ നവീകരണത്തിനായി റോഡ് പൊളിച്ചുമാറ്റിയതോടെ 2.5 വർഷമായി പാതയിൽ യാത്രാ ദുരിതം അതിരൂക്ഷമായിരുന്നു. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,27,29,869 രൂപ ചിലവഴിച്ചാണ് 4.5 കിലോമീറ്റർ ദൂരം ആധുനിക രീതിയിൽ റോഡ് നിർമ്മിക്കുന്നത്. തകർന്ന് തരിപ്പണമായ പഴയ റോഡ് പൂർണ്ണമായും പൊളിച്ചുമാറ്റിയ ശേഷമാണ് പുതിയ റോഡിന്റെ നിർമ്മാണം നടക്കുന്നത്. റോഡ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി 10 കലുങ്കുകളും ഒരു നിലംപതിയുമാണ് പുതുക്കി നിർമ്മിച്ചത്. റോഡിന് ഇരുവശത്തുമായി കരിങ്കൽ സംരക്ഷണ ഭിത്തിയും അഴുക്കുചാലുകൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളുമെല്ലാം പൂർത്തിയായി. 5 വർഷം പരിപാലന കാലാവധിയോടെയാണ് പുതിയ പാതയുടെ നിർമ്മാണം. ഭാരത സർക്കാർ ഗ്രാമവികസന വകുപ്പ് നേതൃത്വത്തിലാണ് നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നത്. ഡിസംബർ അവസാനത്തോടെ റോഡ് നിർമ്മാണം പൂർത്തിയാവുമെന്നാണ് പ്രതീക്ഷ. പാത യാഥാർത്ഥ്യമാവുന്നതോടെ പട്ടിത്തറ പഞ്ചായത്തിലെ കക്കാട്ടിരി, കാശാമുക്ക്, മല, ധർമ്മഗിരി വാർഡുകളിലുള്ളവരുടെ വർഷങ്ങളായുള്ള യാത്രാ ദുരിതത്തിന് അറുതിയാവും. തൃശൂർ ജില്ലയിൽ നിന്നും ചാലിശ്ശേരി പെരുമണ്ണൂർ വഴി മല വട്ടത്താണി റോഡിലൂടെയുള്ള വെള്ളിയാങ്കലെ പൈതൃക പാർക്കിലേക്കും കോഴിക്കോട് ഭാഗത്തേക്ക് എളുപ്പമാർഗമായും റോഡിനെ ഉപയോഗിക്കാം. തൃത്താല പൊന്നാനി, കൂറ്റനാട്, പടിഞ്ഞാറങ്ങാടി എന്നീ പ്രധാന പാതകളിൽ ഗതാഗത തടസ്സം നേരിടുന്ന സാഹചര്യങ്ങളിൽ സമാന്തര പാതയായി ഉപയോഗിക്കുന്നതും വട്ടത്താണി മല റോഡിനെയാണ്. CCTV ന്യൂസ്, തൃത്താല.